ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും സ്പെഷ്യൽ ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോഴത്തെ പാർക്കുട്ടി എണീച്ച് റെഡി ആവാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഉള്ള ദിവസങ്ങളിലുണ്ടല്ലോ സത്യം പറയട്ടെ ഗൈസ്, ഞാൻ രാവിലെ ഉറക്കണിക്കാറില്ല. പാർക്കുട്ടിയാണ് എന്നെ വിളിച്ചുണർത്താറ്. അമ്മ സമയമായി എണീക്കമ്മ സമയമായി, എനിക്ക് ഫുഡ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് പാവം കേട്ട പാർക്കുട്ടിയാണ് എന്നെ വിളിച്ചുണർത്താറ്. ആക്ച്വലി എന്താണെന്നറിയോ, പാവൊന്നുമല്ല, അവളത് ഇഷ്ടമാണ്. ആക്ച്വലി എന്താണെന്നറിയോ, എനിക്ക് ഉറങ്ങുന്നത് ഞാൻ ഒരുപാട് ലേറ്റായി പോകുന്നു. ഇന്നലെ ഉറങ്ങിയപ്പോൾ 2 മണിയായി. അപ്പോൾ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഞാനിപ്പോൾ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കുന്നത് കൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അല്ലെങ്കിലും എനിക്കൊരു 8 മണിക്കൂർ 8-8.5 മണിക്കൂറെങ്കിലും ഉറങ്ങിയാലേ എനിക്കൊന്നും ഓക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റു. ഞാൻ എണീച്ച് ബെഡിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ എണീച്ച് നേരെ കിച്ചണിലോട്ട് പോകാം. കാരണം പാർക്കുട്ടിക്ക് ലഞ്ച് കൊണ്ടുപോകാനുള്ളത് സെറ്റാക്കണം. ആക്ച്വലി ഞാൻ രാവിലെ എൻ്റെ ഇന്നലത്തെ പ്ലാനിങ് ഒക്കെ നിങ്ങൾ കേൾക്കണം കേട്ടോ. രാവിലെ എണീക്കുന്നു, കടയിൽ പോകുന്നു, ചിക്കൻ വാങ്ങുന്നു, ചിക്കൻ കറി വയ്ക്കുന്നു, ചിക്കൻ തോരനുണ്ടാക്കുന്നു. പാർക്കുട്ടി ഇന്നലെ പറഞ്ഞു പാർക്കുട്ടിക്ക് ചിക്കൻ തോരൻ കഴിക്കാൻ തോന്നണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ എണീറ്റ് ഉടനെ, കാരണം ഇന്നലെ കുറച്ച് കറക്കമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ലേറ്റായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ പോയി ചിക്കൻ തോരനെന്ന് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ചിക്കൻ തോരനൊക്കെ വെച്ച് റൈസൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. അപ്പോൾ ഓൾറെഡി ഇന്ന് ഇപ്പം ഇത്ര ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ചിക്കൻ പരിപാടിയും ചോറ് പരിപാടിയും ഒന്നും നടക്കില്ല. അപ്പോൾ നമുക്കിന്ന് എന്തുണ്ടാക്കാമെന്ന് ചോദിച്ചാൽ ദോശ ഉണ്ടാക്കാം. ദോശ ഉണ്ടാക്കി കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കിച്ചണിലോട്ട് പോകണം. ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ വായോ. തൈറോയിഡിൻ്റെ ഗുളിയില്ലാത്തൊരു ജീവിതമില്ല ഗൈസ്. കുറേ നാളായി കഴിക്കാൻ തുടങ്ങിയിട്ട്. ആക്ച്വലി ഞാൻ വിചാരിച്ചത് എന്തെന്നറിയാമോ, കുറച്ച് നാൾ ഒരു 2-3 വർഷമൊക്കെ കഴിക്കുമ്പോഴത്തേന് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ റീസെൻ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്, ഇങ്ങനെയുള്ള ഗുളികകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് തൈറോയ്ഡ്, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആക്ച്വലി രാവിലെ എണീച്ചോണ്ട് എനിക്കൊരു കോഫി കുടിക്കണത് ഇഷ്ടമാണ്. പക്ഷേ ഇതിപ്പോൾ ഗുളിക കഴിച്ചതുകൊണ്ട് ഇനി ഒരു അരമണിക്കൂറെങ്കിലും മിനിമം 1 മണിക്കൂർ നേരത്തെ ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. നമുക്ക് കഥ പറഞ്ഞ് നിൽക്കാതെ ദോശ ഉണ്ടാക്കാം. എൻ്റെ ദോശ പാനൊന്ന് ചീത്തയായി കേട്ടോ. എനിക്കൊരു പുതിയ പാൻ വാങ്ങണമെന്നുണ്ട്. ഇപ്പുറത്ത് ഞാൻ ചോദിച്ചു പെട്ടെന്ന് കുറച്ച് മതി ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോഴത്തേന് ഞാൻ ആലോചിച്ചതാണ്, ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ പാക്കറ്റ് കിട്ടുമല്ലോ, റെഡി ടു കുക്ക് എന്ന് പറയുന്ന കണക്ക്. അതായത് ജസ്റ്റ് എടുക്കുക, കുറച്ച് ഓയിൽ തടവുക, ഫ്രൈ ചെയ്തെടുക്കുക, ഇത്ര മതി. അങ്ങനത്തെ കിട്ടും. ആക്ച്വലി ഞാനത് വാങ്ങണമെന്ന് വെച്ചിട്ട് മറന്നുപോയി. ഒരു ഭാഗത്ത് ദോശ ഉണ്ടാക്കുന്ന പരിപാടി ഞാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ദോശ ആകാനായിട്ട് കുറച്ച് ടൈം എടുക്കുമല്ലോ. ആ സമയം കൊണ്ട് ഓരോന്നും ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ ദോശ പരത്തി വെച്ചിട്ട് ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടല്ലോ പെട്ടെന്ന് നീളത്തിനൊന്ന് അരിഞ്ഞെടുത്ത് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ ദോശയുടെ പരിപാടിയാണ് നടക്കുന്നത്. പാർക്കുട്ടിക്ക് നെയ്യ് ദോശയാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എല്ലാ ദോശയും നെയ്യ് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. രാവിലെ കഴിക്കാനായിട്ടും ഉച്ചയ്ക്ക് കൊണ്ടുപോകാനായിട്ടും ഇന്ന് നെയ്യ് ദോശ തന്നെയാണ്. അപ്പോൾ ദോശയും ഉരുളക്കിഴങ്ങും 2 അടുപ്പുകളിലായിട്ട് നടക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഫ്രീസറിൽ നിന്ന് കുറച്ച് കട്ട പാലെടുത്ത് നല്ലതായിട്ട് അടിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ദോശയായി കേട്ടാ. ഇന്നെന്താണെന്നറിയില്ല, എല്ലാം കയ്യിൽ നിന്ന് പോവുകയാണ്. ദോശയൊക്കെ ഇപ്പോൾ പോയേനെ. പിന്നെ ഞാൻ പാലിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പഞ്ചസാര തിരിച്ച് ഞാൻ ഫ്രിഡ്ജിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ ചോദിക്കും പഞ്ചസാര എന്താ ഫ്രിഡ്ജിൽ വെക്കണേന്ന്. എത്ര എയർ ടൈറ്റ് ആയിട്ടും ഞാൻ ഭയങ്കരമായിട്ട് ടൈറ്റ് ചെയ്ത് പഞ്ചസാര ബോട്ടിൽ അടച്ചു വെച്ചാലും ഇവിടെ ഉറുമ്പ് കയറുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ പഞ്ചസാര ഫ്രിഡ്ജിലാണ് വെക്കണേ.
എന്നിട്ട് കുറച്ച് പപ്പായ കട്ട് ചെയ്തത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ആ പാലിൻ്റെ കൂടെ ഇട്ട് അടിച്ചെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പായ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെന്ത സമയത്ത് ഞാനതിനെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് തോരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ സമയത്ത് ഞാൻ ഒരു പാൻ എടുപ്പത്ത് വെച്ച് അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കുകയാണ്. ഇതേ കണ്ടോ, കുറച്ച് ഷേക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ പാറക്കുട്ടിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പം അതും മാറ്റി വെച്ചു. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തോന്നിട്ടില്ല കേട്ടോ. ഒരു ടവൽ വെച്ച് തുടച്ചിട്ട് വേണം ആക്ച്വലി ഇത് എണ്ണയിലേക്ക് ഇടാനായിട്ട്. എനിക്ക് അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് കുറേ എണ്ണ ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ഈ മിസ്റ്റേക്ക് ചെയ്യരുത്. ജസ്റ്റ് ഒരു നല്ല ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ വെള്ളം ഒപ്പിയെടുത്തതിന് ശേഷം മാത്രമേ പൊട്ടാറ്റോ എടുത്ത് ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ലഞ്ചിന് എന്തെങ്കിലും ഫ്രൂട്ട്സ് ആഡ് ചെയ്യാറുണ്ട്. ഇന്ന് പോംഗ്രാനൈറ്റ് ആണ്, അതാണ് ഞാൻ ഈ തട്ടി ഇളക്കി എടുക്കുന്നത് കേട്ടോ. ഗൈസ്, പാറക്കുട്ടിയുടെ ലഞ്ച് ബോക്സ് സെറ്റാണ്. ദോശയും ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ വെച്ചേക്കണം ഞാൻ. പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് കുറച്ച് പോംഗ്രാനൈറ്റും സ്ട്രോബെറി ഉണ്ടായിരുന്നു. സ്ട്രോബെറി കഴിഞ്ഞു, ഇനി വേറെ വാങ്ങണം. അപ്പോൾ ഉള്ള സ്ട്രോബെറി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാനായിട്ട് കുറച്ച് സോസ്, ടൊമാറ്റോ സോസ് വെച്ചിട്ടുണ്ട്. അതും കൂടി വെച്ചിട്ട് ഇത് അടയുന്നില്ല. ഞാൻ നേരത്തെ അടയ്ക്കാൻ നോക്കിയിട്ട് പറ്റില്ല. അപ്പോൾ ഞാനിത് അല്ലാണ്ട് വെച്ച് കൊടുക്കാൻ ഉള്ളെടുത്ത് കഴിച്ചോളും. അപ്പോൾ പറഞ്ഞ ലഞ്ച് ബോക്സ് സെറ്റാണ്. ഇതിന്റെ ഓർമ്മ ഇതെല്ലാം അമ്മയുടെ കസ്റ്റഡിയാണ്. ഡ്രോയറിനകത്തുണ്ട്. പാറക്കുട്ടി റെഡി ആയിട്ടുണ്ട്. അവിടെ പോകുന്നതിന്റെ തിരക്ക് പിടിച്ച് നിൽക്കുകയാണ്. പാറക്കുട്ടിയുടെ ജേഴ്സി കാണണ്ടേ. ഇന്ന് പാറക്കുട്ടിക്ക് ജേഴ്സി ഡേ ആണ്. അപ്പൊ പാറക്കുട്ടി പുതിയ ജേഴ്സി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പാറക്കുട്ടിയുടെ അടുത്തോട്ട് പോയിട്ട് അവളെ കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പിക്കലും പിന്നെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കലുമാണ് എൻ്റെ അടുത്ത പണി കേട്ടോ. ആക്ച്വലി അധികം ഹെൽപ്പിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവാറില്ല. ഇപ്പോൾ പാറക്കുട്ടി സ്വയം പര്യാപ്തത പ്രാപിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും അവൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം കമ്മൽ വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അപ്പോൾ അതൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ദേ പാറക്കുട്ടി റെഡി ആയിട്ടുണ്ട്. ക്ലാസ്സിൽ കേട്ടില്ല, നമുക്ക് ഫ്ലാഷ് മോബ് ഉള്ളതുകൊണ്ട് തന്നെ നേരത്തെ ചെന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാനാണ് കൂടുതൽ ലേറ്റ് ആയത്. കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് കക്ഷി പോയത് കേട്ടാ. അപ്പോൾ പോകുന്നത് വരെയും കയ്യിൽ ഈ ഇരിക്കുന്ന ഗ്ലാസ് എന്താണെന്നറിയോ, ആ ഷേക്ക് എങ്ങനെയെങ്കിലും കുടിപ്പിക്കാനുള്ള തത്രപ്പാടാണ്. കുറേശ്ശെ അത് പോകുന്നതിനിടയ്ക്ക് വെച്ച് അവളെ കൊണ്ട് ഞാൻ കുടിപ്പിക്കാറുണ്ട്. എന്നിട്ട് ദേ സുന്ദരി മണിയായിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പാറക്കുട്ടി പോയി. കിച്ചൺ കുറച്ചൊന്ന് കച്ചടയായി കണ്ടോ. ഞാൻ ചോദിച്ചു പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യാന്നേ. പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് ചടപടയെന്ന് കുളിച്ച് റെഡി ആവണം. അപ്പോൾ അതാണ് പരിപാടി. പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ആക്ച്വലി കേസ് എനിക്കുണ്ടല്ലോ അലർജി ഉണ്ട്. സോപ്പ് പൊടിയൊക്കെ അലർജി ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ വിം ജെല്ലുണ്ടല്ലോ ലിക്വിഡാക്കി സോപ്പ് ഭയങ്കര അലർജിയാണ്. നഖത്തിൻ്റെ ഇടയ്ക്ക് പൊട്ടും. അപ്പോൾ ഞാൻ ജെല്ല് യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് ഒന്ന് ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ പറഞ്ഞു ആക്ച്വലി നമ്മുടെ സോപ്പിലുള്ള അതേ കണ്ടന്റുകൾ തന്നെയാണ് ജെല്ലിലും വരുന്നത്. അതുകൊണ്ട് ജെല്ല് പതിയെ ആവത്തുള്ളൂ എന്നേ ഉള്ളൂ. മീൻസ് നമുക്ക് പെട്ടെന്ന് അതായത് മറ്റേ സോപ്പാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ കയ്യിൽ അത് അറിയാൻ പറ്റും. അതിൻ്റെ ഇൻഫെക്ഷൻ ആവുന്നതും കൈ പൊട്ടുന്നതും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതായത് ഇന്ന് യൂസ് ചെയ്ത് നാളെയോ മറ്റന്നാളൊക്കെ ആവുള്ളൂ, അങ്ങനെയുള്ളൂ. അല്ലാണ്ട് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് ഗ്ലൗസ് യൂസ് ചെയ്യാൻ പറഞ്ഞു. സോ ഞാനിപ്പോൾ പാത്രം കഴുകുമ്പോൾ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് കഴുകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അലർജി ആവുന്നുണ്ട്. അപ്പോൾ പാത്രം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഗ്ലൗസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിലും ഞാനിപ്പോഴും വിം ജെല്ല് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. വിം എന്നല്ല, ഏതെങ്കിലും ഒരു ജെല്ല് അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ചേച്ചി ഇതുപോലുള്ള ലിക്വിഡ് ഉണ്ടല്ലോ, വാഷിംഗ് ലിക്വിഡൊക്കെ ഉണ്ടാക്കി എടുത്തരുന്നുണ്ട്. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രങ്ങൾ ചടപടയെന്ന് കഴുകുന്നുണ്ട്. ഞാൻ ഈ കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒതുക്കി അതായത് ഓരോ പാത്രങ്ങൾ എടുക്കുമ്പോഴും അതിലെന്തെങ്കിലും
ഉണ്ടെങ്കിൽ മാറ്റുക, അവിടുത്തെ ഫ്ലോർ അങ്ങ് ക്ലീൻ ചെയ്യുക, അങ്ങനെ ഞാൻ പെട്ടെന്ന് പാത്രങ്ങൾ കഴുകിയെടുക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, എടുക്കുന്ന പാത്രങ്ങളൊക്കെ അതാത് സ്ഥലത്ത് തന്നെ മാക്സിമം വെക്കും. തോരാനുള്ള പാത്രങ്ങൾ മാത്രമേ ഞാൻ ആ സ്ലാബിൽ വെക്കാറുള്ളൂ. ബാക്കിയെല്ലാം അതാത് സ്ഥാനത്ത് തന്നെ വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പ്, നമ്മുടെ ഗ്യാസ് അടുപ്പും അതിൻ്റെ എണ്ണയൊക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചുമരിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു, അടുപ്പിൻ്റെ അടിഭാഗവും അങ്ങനെ എല്ലായിടും ഒന്ന് തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കി, അടുക്കള ഒന്ന് സെറ്റാക്കി കേട്ടോ. അപ്പോൾ ദേ ഗൈസ്, ഓൾമോസ്റ്റ് എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് പോയി കുളിക്കട്ടെ, കാരണം ഒട്ടും സമയമില്ല. അപ്പോൾ ഞാൻ ഈ ചടപടയിൽ നിന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് തല വാഷ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉള്ളതുകൊണ്ട് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഞാൻ തല കഴുകുന്നത് കേട്ടോ. അതും ഞാൻ റീസെൻ്റായിട്ട് ഒരു ഓയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഓയിൽ തേച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം അവരുടെ തന്നെ ഷാമ്പു ഉണ്ട്. അപ്പോൾ ആ ഷാമ്പു വെച്ച് ഷാമ്പു വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ ഓയിൽ ഡേ അല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് മേല് കഴുകിയിട്ടേ ഉള്ളൂ. എന്നിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ട് ചടപടേന്ന് ഒരുങ്ങാണ്. നിങ്ങൾ ഈ കാണുമ്പോഴത്തേനുള്ള സ്പീഡ് ഉണ്ടല്ലോ, അതിനേക്കാളും സ്പീഡാണ് എനിക്കൊന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ രാവിലെ പോകാൻ ഒരുങ്ങുമ്പോൾ. എന്നിട്ട് പൊട്ട് വയ്ക്കാനാണ് നീണ്ട നേരത്തെ പരിശ്രമത്തിന് ശേഷം പൊട്ട് വയ്ക്കാൻ പറ്റിയിട്ടാ. കാരണം എന്ന് വെച്ചാൽ പൊട്ട് വയ്ക്കാനേ പറ്റുന്നില്ല. കയ്യിലൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു, നെറ്റിയിലൊട്ടിയില്ല. ആക്ച്വലി ഗൈസ്, ഇന്നലെ ഞാൻ നല്ല രസമുള്ള സിമ്പിളായിട്ടുള്ള 2 റിങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഒന്നുമില്ല, പാറ്റേൺ ഒന്നുമില്ല. ഇതിൽ ചെറിയൊരു എന്തോ കട്ട് വർക്ക് പോലെ എന്തോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇങ്ങനത്തെ കുട്ടി റിങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ പല വെറൈറ്റിയിലുള്ള റിങ്സ് കാണുമ്പോൾ വാങ്ങിക്കും. ഇത് കണ്ടോ, ഇത് ഒത്തിരി നാളായി വാങ്ങിച്ചിട്ട്. ഭയങ്കര രസമാണ് ഇതും. ഇത് പാർക്കുട്ടിയാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യണം. പറഞ്ഞു ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ പാറ്റേൺ. കണ്ടോ, ഇതൊരു കട്ട് വർക്ക് പോലെ വന്നേക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ ഇതിടാന്ന് കരുതേട്ടാ. ഇത് കണ്ടോ, വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇയർക്കുന്ന കേസ് ഫാൻ ഓഫ് ചെയ്തിട്ടേക്ക്. കണ്ടോ, ഭയങ്കര ക്യൂട്ടാണ്. സിമ്പിളായിട്ട് നമുക്ക് കാഷ്വൽ വെയറിൽ ഇട്ടുകൊണ്ട് പോകാം. ഇങ്ങനത്തെ കുറച്ച് റിങ്സ് വാങ്ങിച്ച് വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഓൺലൈനിലൊക്കെ സെറ്റ് ഉണ്ട്, പക്ഷേ എനിക്കതത്ര ഇതാണെന്ന് തോന്നുന്നില്ല. ഇത് മറ്റേ 1 ഗ്രാമിൻ്റെ ആണ്, അതുകൊണ്ട് കുറച്ച് നാൾ നിൽക്കും. മറ്റേതാണെങ്കിൽ പെട്ടെന്ന് കളർ പോകും കേട്ടോ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഇതേ ഒരു സിമ്പിൾ ടോപ്പാണ് ഞാൻ കാണിക്കാം. ഭയങ്കര സോഫ്റ്റും സ്ട്രെച്ചബിളുമായിട്ടുള്ളൊരു ബോട്ടമാണ് ഞാൻ ഇട്ടേക്കുന്നത്. അതിന് ഏകദേശം മാച്ച് ചെയ്യുന്ന തരത്തിൽ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ്. നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിളുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചടപടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് എന്നും ഞാനിപ്പോൾ ഒരു കോഫി കുടിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ ഞാൻ അങ്ങനെ കോഫി ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് പോകുന്ന വഴിക്ക് ഒരു കോഫി കുടിക്കും. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സ്നാക്സ്, ഒരു കടി എടുക്കും കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് പത്തിരിയോട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഈ കടയിലെ പത്തിരി ഭയങ്കര ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ഗൈസ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഒരു കൊറിയർ വന്നത്. പിന്നെ അത് വാങ്ങിച്ചേട്ടാ. എന്താണ് സാധനമെന്ന് ഞാൻ ലഞ്ച് ബ്രേക്കിന് പോകുമ്പോൾ കാണിക്കാതെ. ഇപ്പം ഞാൻ കേറട്ടാ ഓർമ്മേ. ആക്ച്വലി ഞാൻ പാറക്കുട്ടിക്ക് വേണ്ടിയിട്ട് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഒരു ടംബ്ലർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 900 ml. അപ്പോൾ അത് ഭയങ്കര അടിപൊളി സൂപ്പർ സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടാ. അങ്ങനെ എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടംബ്ലർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതേ വന്നത്, ഒരു പിസ്ത ഗ്രീൻ കളറിൽ ഇതുപോലെ സ്ട്രോയൊക്കെ വരുന്ന, കൈ ഇങ്ങനെ കപ്പ് പോലെ പിടിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു ടംബ്ലറാണ് വാങ്ങിച്ചത്. ലഞ്ച് കഴിക്കാനായിട്ട് വീട്ടിലോട്ട് പോകുമ്പോഴത്തേന് ഓപ്പൺ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് കൂടെ വർക്ക് ചെയ്യുന്ന കൊച്ച് പറഞ്ഞത്, നോക്കട്ടെടാ ഏത് കളറാണെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ പിന്നെ അവിടെ വെച്ചിട്ട് തന്നെ ഞാനങ്ങ് ഓപ്പൺ ചെയ്തിട്ടാ. എന്നിട്ട് നേരെ പോയത്, ഞാൻ വർക്ക് ചെയ്യുന്നതിന് അടുത്തായിട്ടൊരു ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ കുറച്ചൊന്ന് ഫേമസ് ആയിരുന്നു, ഇതിൽ നല്ല റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കണമെന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല വറുത്ത മീനിൻ്റെ മണം വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞാനൊരു വറുത്ത മീനും നോർമൽ മീൽസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മീൻ കാണാനും മണവും ഒക്കെ ഭയങ്കര ഗംഭീരമാണ്, പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നിയില്ല. കറികളും ആവറേജ് ആണ്. ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. പുറത്ത് ഗംഭീര മഴയാണ്. മഴയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ്. അപ്പോൾ പാറക്കുട്ടിയുടെ ഫ്രണ്ടും, അതായത് പാറക്കുട്ടിയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന വൈഗ മോളും അവളുടെ അമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. സ്നാക്സ് ഒക്കെ കഴിച്ചു. അപ്പോൾ തന്നെ കുറച്ചധികം സ്നാക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കാനുള്ള പരിപാടിയാണ്. പാറു, അപ്പോൾ ഞാൻ പാറക്കുട്ടിക്ക് ഒരു സർപ്രൈസും കൂടിയാണ്. എല്ലാ തവണ ഞാൻ ഗസ് ചെയ്യും, അതുപോലെ ഇന്ന് ഗസ് ചെയ്യും. നോക്ക് എന്താണ്.
അത് വായിച്ചു നോക്കിയിട്ട് എന്തോന്ന് ഒരു ഡയറിയാണ്. സ്നാക്സ് കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും ജ്യൂസും കൂടി കുടിക്കണമെന്ന് തോന്നിയിട്ട് പിന്നെ ഞാൻ കുറച്ച് ടാങ്ക് കലക്കി എടുത്തു. എന്നിട്ട് ഞാൻ 1-2 സ്നാക്സ് കഴിച്ചു ഗൈസ്. വടയും സമോസയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഓടിപ്പോയി ഫേസ് വാഷ് ഒക്കെ ചെയ്ത്. ഗൈസ് ഞാനുണ്ടല്ലോ കുറേ എൻ്റെ സാരീസ് ഒക്കെ കുറേ നാളായിട്ട് യൂസ് ചെയ്യാണ്ട് വെച്ചിരുന്നതുകൊണ്ട് അതെല്ലാം ഞാൻ ജസ്റ്റ് എടുത്തൊന്ന് വാഷ് ചെയ്ത് ക്രിസ്പ് ആൻഡ് ചെയിനൊക്കെ ഇട്ട് ഒന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇന്നലെ ഫോൾഡ് ചെയ്യുന്ന ടൈമിൽ കുറച്ച് സാരീസ് ഉണ്ടല്ലോ ഞാനെടുത്ത് മാറ്റി വെച്ചു എന്താന്ന് വെച്ചാൽ എനിക്കത് എന്തെങ്കിലും ടോപ്പോ ലഹങ്ക പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് മതിയായി എന്നുള്ള സാരീസ് ഞാൻ മാറ്റി വെച്ചു. പക്ഷെ അതിൽ ഇതുവരെ ഞാൻ ഉടുക്കാത്തൊരു സാരി ഉണ്ട്. അതാണ് ഈ സാരി. ഇതുണ്ടല്ലോ ആക്ച്വലി എൻ്റെ ഡാൻസിൻ്റെ സാരി ആയിരുന്നു. ഇതെനിക്ക് ഉടുക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല, അതാണ് സത്യം. പിന്നെ നോർമൽ സാരിയേക്കാളും വീതി വളരെ കുറവായിരിക്കും. നമുക്ക് ഡാൻസിൻ്റെ സാരി എന്ന് പറയുമ്പോൾ അറിയാലോ, ഡാൻസ് ക്ലാസ്സിന് ഉടുത്തോണ്ട് പോകാനുള്ള സാരിയാണ്. അപ്പോൾ ഇത് പ്ലെയിൻ ഒരു കോട്ടൺ, നല്ല കോട്ടൺ ആണ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. പിന്നെ ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല്ലു പോർഷനിൽ മാത്രമായിട്ട് അതേപോലൊരു ബോർഡർ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് സാരി. അപ്പം ഞാൻ വിചാരിച്ചു ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് ഒരു കോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് ഞാൻ അടുത്തൊരു വ്ളോഗിൽ കാണിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിയാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഞാൻ അടുത്ത വ്ളോഗിലായിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ സിമ്പിളായിട്ടൊരു കോട്ട് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഉള്ള പരിപാടികളൊക്കെ ചെയ്യാനാണ് അടുത്ത പരിപാടി കേട്ടോ. കുറച്ച് ലേറ്റ് ആയാലും വേണ്ടില്ല, ഇന്ന് തന്നെ ഞാൻ തച്ച് തീർക്കും എന്നുള്ളൊരു വാശിപ്പുറത്താണ് ഞാൻ തയ്ക്കാനിരുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഫിനിഷാക്കി എന്നിട്ട് ഓടിപ്പോയി മേലെ എഴുകിയേ. ഗൈസ് അപ്പം ഞാൻ ഡ്രസ്സൊക്കെ തയ്ച്ചു കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് മേലൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ടാ, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഡ്രസ്സ് എന്താണ് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ അടുത്ത വ്ളോഗിൽ ഉൾപ്പെടുത്താണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ ഗൈസ്. പോയി കിടന്ന് ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്, ലവ് യു ഓൾ, ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.